ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് മരിയ. ഞങ്ങൾക്ക് ദുബായിൽ ഒരു ഫ്ലാറ്റ് വിൽക്കാനുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 12 വർഷത്തിലധികമായിട്ട് വിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. കാരണം വിൽക്കാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒന്നുകിൽ ഓയിലിന് വിലക്കുറവ്, അല്ലെങ്കിൽ സാമ്പത്തിക മാന്യം, പിന്നെ കൊറോണ, അങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോയി. ഇത് ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു. ഇവിടെ 2 പ്രാവശ്യം ഞാൻ അഖണ്ഡ ജപമാലയിൽ ഞാൻ എഴുതിയിട്ടു. ഈ ഫെബ്രുവരി ലാസ്റ്റ് ആയിട്ട് മാർച്ചിൽ 2 പ്രാവശ്യം ഞാൻ അഖണ്ഡ ജപമാലയിൽ എഴുതിയിട്ടിരുന്നു. അതായത് മാർച്ച് 31 മുൻപ് മാതാവ് അത് വിറ്റ് കിട്ടണം. കാരണം യൗസേപ്പിതാവിൻ്റെ മാർച്ച് മാസം ആയതുകൊണ്ട് 31-ാം തീയതിക്ക് മുമ്പ് അതൊന്ന് വിറ്റ് കിട്ടണമെന്ന് ഞാൻ എഴുതിയിട്ടിരുന്നു. പിന്നെ അതിന് ന്യായമായി കിട്ടേണ്ട വിലയും ഞാനൊരു എമൗണ്ട് അങ്ങോട്ട് എഴുതിയിട്ടു. അതിനുശേഷം മാർച്ച് 30-ന് ഫൈനൽ മെസ്സേജ് എനിക്ക് വന്നു. ഞാൻ എഴുതിയിട്ട അതേ വിലയ്ക്ക് തന്നെ ഫ്ലാറ്റ് വാങ്ങാനായിട്ട് ആൾ വന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ സാഹചര്യവും എനിക്ക് മാതാവ് ഒരുക്കി തന്നു. ഏത് എമൗണ്ടാണ് ഞാൻ എഴുതിയിട്ടത് ആ സെയിം എമൗണ്ടിന് തന്നെ അത് വാങ്ങാനായിട്ട് ആൾക്കാരെ കിട്ടി. ആ സമയത്ത് ശക്തമായ മഴയും കാറ്റും ഒക്കെ ഉള്ള സമയമായിരുന്നു. ഭയങ്കരമായ വെള്ളപ്പൊക്കം ദുബായിൽ അന്ന് അനുഭവപ്പെടുന്ന സമയമായിരുന്നു. അപ്പം എനിക്ക് ഇതിനോട് സാഹചര്യം ഒരുക്കി തന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ, ഓൾറെഡി ഞാൻ കഴിഞ്ഞ എൻ്റെ മോൻ്റെ എക്സാം ആയതുകൊണ്ട് 19 ദിവസത്തെ ലീവ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ജോയിൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ മെസ്സേജ് എനിക്ക് വരുന്നത്. ഒരു കാരണവശാലും എനിക്ക് 2ാമത് ലീവ് കിട്ടേണ്ടതല്ല. ഉടനെ തന്നെ ജോയിൻ ചെയ്തിട്ട് 3-4 ദിവസമായുള്ളൂ. പക്ഷെ ഞാൻ ഈ കാര്യം എൻ്റെ ഇൻചാർജിനോട് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. സാധാരണ രീതിയിൽ നോ പറയേണ്ടതാണ് ആദ്യത്തെ പ്രാവശ്യമെങ്കിലും. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ ലീവും കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏപ്രിൽ 20, പിന്നെ എന്നോട് അവർ ആവശ്യപ്പെട്ടത് ഏപ്രിൽ 17-നും 27-നും ഇടയ്ക്ക് അവിടെ എത്തണമെന്നാണ് പറഞ്ഞത്. അപ്പം ഏപ്രിൽ 18-ാം തീയതി എൻ്റെ മോൻ നാട്ടിലോട്ട് പോവാണ്. ഞാനും മോനും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് നാട്ടിലാണ്. അപ്പം എനിക്ക് അവനെ വിട്ടിട്ട് യാതൊരു കുഴപ്പവും കൂടാതെ പോകാൻ പറ്റും. ഞാൻ ഏപ്രിൽ 21-നും അവിടെ എത്തി. ആ സമയത്ത് ദുബായിൽ ന്യൂസ് ഉണ്ടായിരുന്നു, ഏപ്രിൽ 22 മുതൽ 26 വരെ ശക്തമായ മഴയും കാറ്റുമാണെന്ന്. പക്ഷേ ഞാൻ അവിടെ 21-ന് വൈകിട്ട് ചെന്നു. അവിടെ നിന്ന് ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് ഒരു 45 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു രജിസ്ട്രേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക്. ഇവരെന്നോട് പറഞ്ഞത് 3 ദിവസം എടുക്കും രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആകാമെന്ന് പറഞ്ഞത്. പക്ഷെ 21-ാം തീയതി വൈകിട്ട് ഞാനവിടെ ചെന്നു. 22-ാം തീയതി രാവിലെ 10 മണിക്കായിരുന്നു രജിസ്ട്രേഷൻ അപ്പോയിൻമെന്റ്. 22-ാം തീയതി ഞങ്ങൾ 45 കിലോമീറ്റർ ദൂരെ ദുബായിൽ രജിസ്ട്രേഷൻ നടത്തുന്ന സ്ഥലത്ത് പോയി. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വെള്ളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, നീ സൂക്ഷിച്ചു പോകണം, അവിടെ വെള്ളമാണ്, വെള്ളപ്പൊക്കമാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ടാക്സി പോയ വഴിക്കൊന്നും ഒരു വെള്ളവും ഉണ്ടായിരുന്നില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, വെയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 22-ാം തീയതി അവരെന്നോട് 3 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് 1 മണിക്കൂറിനുള്ളിൽ 22-ാം തീയതി ഞങ്ങൾ 10 മണിക്ക് അവിടെ ചെന്നു. അപ്പോയിൻമെന്റ് 11 മണിക്കുള്ളിൽ രജിസ്ട്രേഷന്റെ സർവ്വ കാര്യങ്ങളും കഴിഞ്ഞു. 25-ാം തീയതി ഞാനിവിടെ എത്തി. ഞാനിവിടെ എത്തുന്നിടം വരെ അവിടെ ഒരു മഴയും കാറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു വെള്ളം ഉണ്ടായിരുന്നില്ല. ഈ കാര്യം ഞാൻ ബാബു ബ്രദറിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രദർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, താങ്ക്സ്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്കും 1 കോടി നന്ദി. അതുകൂടാതെ എനിക്ക് വേറെ സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ 2 വർഷമായിട്ട് എന്ന് ഞാൻ പള്ളിയിൽ പോകും, പക്ഷെ ഞാൻ മുട്ട് കുത്തത്തില്ലായിരുന്നു. കാരണം മുട്ട് തേയ്മാനം ഉള്ളതുകൊണ്ട് എന്നോട് നാട്ടിൽ നിന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നത് മുട്ട് കുത്തരുത് എന്നാണ്. അപ്പോൾ ഞാൻ എന്നും പള്ളിയിൽ പോയാലും എന്നും ഞാൻ നിൽക്കും. എല്ലാവരും മുട്ട് കുത്തേണ്ട സമയത്ത് ഞാൻ എഴുന്നേറ്റ് നിൽക്കും. അത് ഇവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ആണെങ്കിൽ അഖണ്ഡ ജപമാലയ്ക്ക് വന്ന സമയത്ത് ആദ്യ കാലങ്ങളിൽ അഖണ്ഡ ജപമാലയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ഭിത്തിയെ പിടിച്ചും ഭിത്തിയെ ചാരിയും മുട്ട് കുത്താതെയും ഒക്കെയാണ് നിന്നത്. എനിക്കിപ്പം എനിക്കത് ഉറപ്പുണ്ട്. അഖണ്ഡ ജപമാലയ്ക്ക് വന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഈ മുട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പം ഞാൻ പള്ളിയിൽ മുട്ട് കുത്തുന്നുണ്ട്. നിങ്ങൾ തന്നെ കാണുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ മുട്ട് കുത്തിയാണ് ജപമാല ചെല്ലുന്നത്. എനിക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ ഇത് എനിക്ക് കിട്ടിയ 5ാമത്തെ വലിയ സാക്ഷ്യമാണ്. ഞാൻ 2 പ്രാവശ്യം ഓൾഡ് കൃപാസനത്തിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ കിട്ടിയതിൽ 5ാമത്തതാണ് ഞാൻ ഈ ഫ്ലാറ്റിന്റെ കാര്യം പറഞ്ഞത്. പിന്നെ മുട്ടുവേദനയുടെ കാര്യം ഞാൻ ഒരിക്കലും മാതാവിനോട് ഞാൻ ആവശ്യപ്പെട്ടില്ല, പറഞ്ഞിരുന്നില്ല. ഞാൻ എൻ്റെ അസുഖത്തിനോട് ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനും നന്ദി.